ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിനെ കുറിച്ചാണ്. ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ഇക്വേഷനുകൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ആൾജിബ്രായിക് ഇക്വേഷൻസ് ആണ്. ആൾജിബ്രായിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 2x - 10 = 0 ഇതൊരു ഇക്വേഷനാണ്. നമുക്കതിനെ സോൾവ് ചെയ്യാം. -10 ഇപ്പുറത്ത് കൊണ്ടുപോയാൽ 2x = 10, x = 10/2 = 5. അപ്പോൾ x = 5 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ന് പറയും. സൊല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ ഇക്വേഷനിലെ വേരിയബിളായ എക്സിന് പകരം 5 എന്ന വാല്യൂ കൊടുത്താൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ടാണ് നമ്മളതിനെ x5നെ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഡിഗ്രി 1 ഉള്ളൊരു ഇക്വേഷനാണ്. ഡിഗ്രി 1 ഉള്ള ഇക്വേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിനൊരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. രണ്ടാം കൃതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ ദ്വിമാന സമവാക്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3x² + 5x + 1 = 0 ഇത്തരത്തിലുള്ള ഇക്വേഷൻസ്. അത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുകളാണെങ്കിൽ അവിടെ 2 സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ആൾജിബ്രായിക് ഇക്വേഷനുകളെ കുറിച്ചും ആ ഇക്വേഷനുകൾ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷനുകൾ എങ്ങനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുക മീൻസ് അതിലെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ മീൻസ് എന്താണോ വേരിയബിളിൻ്റെ വാല്യൂ അതിനെയാണ് നമ്മൾ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് സോൾവിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണും? അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് കാണാം. 2 sin x - 1 = 0 ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുക മീൻസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ -1 ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ 2 sin x = 1 എന്ന് കിട്ടും. 2 ഡിവൈഡ് ചെയ്താൽ sin x = 1/2 എന്ന് കിട്ടും. sin x 1/2 ആകുന്ന വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഡിഗ്രിയിൽ പറഞ്ഞാൽ 30 ഡിഗ്രി അല്ലെങ്കിൽ റേഡിയനിൽ പറഞ്ഞാൽ π/6 റേഡിയൻ. സൈൻ π/6ൻ്റെ വാല്യൂ ആണ് 1/2. അപ്പോൾ sin x = 1/2 sin x = 1/2 എന്ന ഇക്വേഷൻ എടുത്താൽ അതിൽ എക്സ് π/6 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം എക്സിന് π/6 കൊടുത്താൽ സൈൻ π/6 എന്ന് വരും. സൈൻ π/6 1/2 ആണ്. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് x = π/6 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ 2 sin x - 1 = 0 എന്ന ഇക്വേഷൻ, ആ ഇക്വേഷനെയാണ് നമ്മൾ sin x = 1/2 എന്ന ഫോമിലേക്ക് മാറ്റിയത്. അതിൽ x = π/6 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുമോ അതോ വേറെയും സൊല്യൂഷൻസ് ഉണ്ടോ? നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിഡക്ഷൻ ഫോർമുലകൾ പഠിച്ചു. ഇപ്പോൾ സൈൻ π - x നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചത് 4 ആംഗിൾസാണ്. π/2, π, 3π/2, 2π ഈ 4 ആംഗിൾസ് ഉപയോഗിച്ചുള്ള റിഡക്ഷൻ ഫോർമുലകളാണ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു പൈയും 2πയും വന്നാൽ ഫംഗ്ഷൻ ചേഞ്ച് ആവത്തില്ല എന്ന് കണ്ടു. പൈയോ 2πയോ ആണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നില്ല. എന്നാൽ π/2ഓ 3π/2 ആണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ആവും. സൈനും കോസും പരസ്പരം മാറും, ടാനും കോട്ടും പരസ്പരം മാറും, സീക്കും കൊസീക്കും പരസ്പരം മാറും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സൈൻ π - x പൈ ആയതുകൊണ്ട് ഫംഗ്ഷൻ സൈൻ x തന്നെയാണ്. ഇനി π - x ഏത് ക്വാഡ്രൻറ്റിലാണ്? അത് നമുക്ക് നോക്കാം. π - x എന്ന് പറയുന്നത് ഇപ്പോൾ പൈ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ വരിക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് പൈ ആവുന്നത്. π - x എന്നാ. π - x എന്ന് പറയുമ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് നീങ്ങണം. ക്ലോക്ക് വൈസ് നീങ്ങുമ്പോൾ ഇങ്ങോട്ടാണ് നീങ്ങുന്നതാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവാണ്. അപ്പോൾ സൈൻ π - x പൈ ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറുന്നില്ല. സെക്കൻഡ് ക്വാഡ്രൻ്റാണ് π - x സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അവിടെ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ സൈൻ π - x = sin x ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൈൻ എക്സിനെ നമുക്ക് സൈൻ π - x എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ സൈൻ π/6 1/2 ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ സൈൻ x = 1/2 എൻ്റെ സൊല്യൂഷൻ x = π/6 ആണെന്ന് പറഞ്ഞത്. എക്സിന് π/6 കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ടാണ് π/6 സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ sin x = sin π - x
അത് ഉപയോഗിച്ചാൽ എക്സിന് പകരം നിങ്ങൾ പൈ ബൈ സിക്സ് എന്ന് കൊടുത്തേ. അപ്പോൾ സൈൻ പൈ ബൈ സിക്സ്, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് എക്സ്. ആ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ സിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൈൻ പൈ ബൈ സിക്സ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് പൈ ബൈ സിക്സ്. പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ത് വരും? ഇവിടെ 6 LCM. അപ്പോൾ 6 പൈ മൈനസ് പൈ എന്നാവും. സൈൻ 6 പൈ മൈനസ് പൈ ബൈ 6, ദാറ്റ് ഈസ് സൈൻ 5 പൈ ബൈ 6. അപ്പോൾ സൈൻ പൈ ബൈ 6ഉം സൈൻ 5 പൈ ബൈ 6ഉം ഒരേ വാല്യൂവാണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2, അവിടെ എക്സിന് പൈ ബൈ 6 എന്ന് കൊടുത്താൽ സൈൻ പൈ ബൈ 6 1/2 ആവും. പക്ഷേ സൈൻ പൈ ബൈ 6ഉം സൈൻ 5 പൈ ബൈ 6ഉം ഈക്വലാണ്. അപ്പോൾ എക്സിന് പകരം 5 പൈ ബൈ 6 കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുമല്ലോ. കാരണം സൈൻ 5 പൈ ബൈ 6ഉം 1/2 തന്നെയാണ്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ കണ്ടു ഈ സൈൻ 5 പൈ ബൈ 6ഉം സൈൻ പൈ ബൈ 6 ഈക്വൽ ആണെന്ന് കണ്ടു. അതുകൊണ്ട് സൈൻ 5 പൈ ബൈ 6ഉം 1/2, എക്സിന് പകരം 5 പൈ ബൈ 6 കൊടുത്താലും ഇത് ശരിയാവും. അപ്പോൾ 5 പൈ ബൈ 6ഉം സൊല്യൂഷനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6, മറ്റൊന്ന് 5 പൈ ബൈ 6. ഇത് രണ്ടും നമ്മളെടുത്ത ഇക്വേഷൻ ഏതായിരുന്നു? 2 സൈൻ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന ഇക്വേഷനാണ്. ആ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലൊന്ന് പൈ ബൈ 6, മറ്റൊന്ന് 5 പൈ ബൈ 6. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇനി ഈ രണ്ട് സൊല്യൂഷനേ ഉള്ളോ? ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ പഠിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പീരിയോഡിക് ഫംഗ്ഷൻസാണ്. ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ വാല്യൂ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് 2 പൈ ഇൻ്റർവെല്ലിൽ വാല്യൂ ആവർത്തിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുകൊണ്ട് ഒരു ആംഗിളിനോട് 2 പൈ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 2 പൈ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ആ സൈൻ എക്സിൻ്റെ വാല്യൂ മാറത്തില്ല. 2 പൈ മാത്രമല്ല, 2 പൈയുടെ ഏത് മൾട്ടിപ്പിൾ, 2 പൈ 4 പൈ 6 പൈ തുടങ്ങിയ 2 പൈയുടെ മൾട്ടിപ്പിൾസ് ആ ആംഗിളിനോട് ആഡ് ചെയ്യുകയോ അല്ല ആംഗിളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നില്ല. ദാറ്റ് മീൻസ് എക്സിൽ എന്ത് വാല്യൂ ഉണ്ടോ അത് തന്നെ എക്സ് പ്ലസ് 2 പൈയിലും എക്സ് പ്ലസ് 4 പൈയിലും എക്സ് പ്ലസ് 6 പൈയിലും അതുപോലെ എക്സ് മൈനസ് 2 പൈ എക്സ് മൈനസ് 4 പൈ അവിടെ എല്ലാം ഒരേ വാല്യൂ വരുന്നു. ദാറ്റ് മീൻസ് ഈ പൈ ബൈ 6ഉം 5 പൈ ബൈ 6ഉം സൊല്യൂഷൻസാണ്. ഈ 5 പൈ ബൈ ഈ ആംഗിളുകളോട് ഈ പൈ ബൈ 6നോടും 5 പൈ ബൈ 6നോടും നമ്മൾ 2 പൈ ആഡ് ചെയ്താൽ പൈ ബൈ 6 പ്ലസ് 2 പൈ എന്നെടുത്താൽ അല്ലെങ്കിൽ 5 പൈ ബൈ 6 പ്ലസ് 2 പൈ എന്നെടുത്താൽ 2 പൈ ആഡ് ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നില്ല. അതുകൊണ്ട് സൈൻ പൈ ബൈ 6ന് എന്ത് വാല്യൂ ആണോ ഉള്ളത് അതേ വാല്യൂ തന്നെ പൈ ബൈ 6 പ്ലസ് 2 പൈയിലുണ്ടാവും. അതേ വാല്യൂ തന്നെ 5 ബൈ 6 പ്ലസ് 4 പൈയിലുണ്ടാവും. 5 ബൈ 6 പ്ലസ് 6 പൈയിലുണ്ടാവും. അങ്ങനെ 2 പൈയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുന്നിടത്തെല്ലാം അതേ വാല്യൂ തന്നെ സൈൻ എന്ന ഫംഗ്ഷന് കിട്ടും. അതുപോലെ തന്നെയാണ് 5 പൈ ബൈ 6നോടൊപ്പം 2 പൈയോ 2 പൈയുടെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്ത് കിട്ടുന്നിടത്തെല്ലാം ഒരേ വാല്യൂ ആയിരിക്കും. അപ്പോൾ പൈ ബൈ 6ഉം 5 പൈ ബൈ 6ഉം മാത്രമല്ല, ആ രണ്ട് ആംഗിളുകളോട് 2 പൈയോ അല്ലെങ്കിൽ 2 പൈയുടെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ കിട്ടുന്ന ആംഗിൾസ് ഉണ്ടല്ലോ അവിടെ എല്ലാം സൈനിന് സെയിം വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അതെല്ലാം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇഫ് വി ആഡ് ഓർ സബ്ട്രാക്ട് 2 പൈ ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 2 പൈ ടു ദീസ് ആംഗിൾസ് angle values of trigonometric function does not change. അപ്പോൾ എന്ത് സംഭവിക്കും? പൈ ബൈ 6ഉം 5 പൈ ബൈ 6ഉം മാത്രമല്ല, അതിനോട് 2 പൈയോ 2 പൈയുടെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ്, അതുപോലെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസ്, 2 പൈയോ 2 പൈയുടെ മൾട്ടിപ്പിൾസോ എന്ന് പറഞ്ഞാൽ 4 പൈ 6 പൈ 8 പൈ 10 പൈ എക്സെട്ര, ഈ വാല്യൂസ് ആഡ് ചെയ്യും, ഈ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസ്, ഇതെല്ലാം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് ഈ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷന് മാത്രം ഒരു പ്രത്യേകതയല്ല, ഏത് ട്രിഗണോമെട്രിക് ഇക്വേഷനും ഇങ്ങനെ ആയിരിക്കും. കാരണം നമ്മളൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ എടുത്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ, അതിന് എക്സിനൊരു വാല്യൂ കണ്ടുപിടിച്ചാൽ, ആ വാല്യൂവിൽ മാത്രമല്ല, അത് സൈൻ എക്സ് ആവണമെന്നില്ല, കോസ് എക്സോ ടാൻ എക്സോ എന്തായിക്കോട്ടെ, ആ വാല്യൂവിൽ മാത്രമല്ല അത് ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ആ വാല്യൂ വരുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് വാല്യൂ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൈനോ കോസോ സീക്കോ കൊസീക്കോ ആണെങ്കിൽ ഓരോ 2 പൈ ഇൻ്റർവെല്ലിലും വാല്യൂ ആവർത്തിക്കും. പക്ഷേ ടാനോ കോട്ടോ ആണെങ്കിൽ ഓരോ പൈ ഇൻ്റർവെല്ലിലും, കാരണം അവിടെ പീരീഡ് പയ്യ, ഓരോ പൈ ഇൻ്റർവെല്ലിലും വാല്യൂ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല, പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ എടുത്താലും അതിനെല്ലാം എന്തുണ്ടായിരിക്കും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എവരി ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇനി ഇതൊരു പ്രത്യേക കാര്യം പറയുകയാണ്. ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എക്സ് ഓഫ് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻ for which 0 less than or equal to x less than 2 pi
ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് വരുന്ന, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് 0യേക്കാൾ വലുതുമാകാം ഈക്വലും ആകാം, പക്ഷേ ലെസ് ദാൻ 2π. ഒന്ന് കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ 0യുടെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ഉണ്ട്, ലെസ്സോ ഈക്വലോ ആകാം, പക്ഷേ 2πയുടെ അവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 2π ആകാൻ പാടില്ല. 0 ആകാം, 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കും ആകാം, പക്ഷേ 2π ആകാൻ പാടില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ളതിൽ ഈ 0യുടെയും 2πയുടെയും ഇടയ്ക്ക് വരുന്ന സൊല്യൂഷൻ, ദാറ്റ് മീൻസ് 0 ആകാം പക്ഷേ 2π ആകരുത്, ആ സൊല്യൂഷൻ, അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഈ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് എടുക്കാൻ കാരണം എന്തെന്നറിയല്ലോ, നമ്മളൊരു 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോഴാണ് 2πയിലെത്തുന്നത്. 2πയിലെത്തി എന്ന് പറയുമ്പോൾ നേരത്തെ അതേ സ്ഥലം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വാല്യൂസ് എടുക്കുന്നില്ല, ഒരു വാല്യൂ എടുത്താൽ മതി. അതുകൊണ്ടാണ് 2πയെ നമ്മൾ ഒഴിവാക്കിയത്. കാരണം 2πയുടെ അതേ പൊസിഷൻ തന്നെയാണല്ലോ 0. അതുകൊണ്ട് 0 എടുത്തപ്പോൾ 2πയെ നമ്മൾ ഒഴിവാക്കിയതുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള വാല്യൂ എടുക്കാത്തതിൻ്റെ കാര്യം, അത് ആംഗിൾ അതേ പൊസിഷൻസ് ആവർത്തിച്ച് വരികയാണ്. അപ്പോൾ ഇത് റെപ്പറ്റീഷനാണ്. അതുകൊണ്ട് അതിനുള്ള അങ്ങോട്ടുള്ള ആംഗിൾ പരിഗണിക്കുന്നില്ല. 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് വരുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനുകളിൽ 0യുടെയും 2πയുടെ ഇടയ്ക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π, അതിനിടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഒന്നും കാണത്തില്ല. 1, 2, 3, 1, അത് ഓരോരോ ഇക്വേഷനെ ആശ്രയിച്ചിരിക്കും. ചിലത് 1 കാണും, ചിലത് 2 കാണാം, 3 കാണാം, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. എന്തായാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനുകളെല്ലാം ഒരു ജനറൽ ഫോർമുല ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇനി പിന്നീട് കാണും. ഒരു ജനറൽ ഫോർമുല ഉപയോഗിച്ച്, ആ ജനറൽ ഫോർമുലയ്ക്കകത്ത് n എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ഇൻറ്റിജർ അറിയാമല്ലോ, 0, 1, 2, 3 എക്സെട്ര, -1, -2, -3 എക്സെട്ര. എക്സ്പ്രഷൻ ഇൻവോൾവിങ് ദ നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല, സോറി, ഇൻറ്റിജറാണ്. എക്സ്പ്രഷൻ ഇൻവോൾവിങ് ദ ഇൻറ്റിജർ n from which we can find all the solutions of a trigonometric equation. ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനുകളും കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഈസ് കാൾഡ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എത്രയേ ഉള്ളൂ, ഒരു എക്സ്പ്രഷനാണ്. അതിൽ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഉണ്ടാവും. ഇൻറ്റിജർ ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷനാണ്, ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ നിന്ന് നമുക്ക് ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനുകളും കാണാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്, ഒരു ഫോർമുലയാണ്. n എന്ന് പറയുന്ന ഇൻറ്റിജർ ഉൾപ്പെടുന്ന ഒരു ഫോർമുലയാണ്. അതിൽ നിന്ന് നമുക്ക് n-ന് വാല്യൂ കൊടുത്താൽ 0, 1, 2, 3 തുടങ്ങി വാല്യൂസ് കൊടുത്ത് എല്ലാ സൊല്യൂഷനുകളും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ കണ്ടുപിടിക്കുന്ന സൊല്യൂഷനുകളിൽ 0യുടെയും 2πയുടെയും ഇടയ്ക്ക് വരുന്ന സൊല്യൂഷനുകളെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം നോക്കാം. ഞാൻ ഇക്വേഷൻ എടുക്കാം. കൺസിഡർ sin x is equal to 0. നമ്മൾ നേരത്തെ പഠിച്ചതാ sin x sin 0 ആവുന്ന എവിടെയാണ് എന്ന്, പൈയുടെ മൾട്ടിപ്പിൾസിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് 0, 0, π, 2π, 3π എക്സെട്ര, -π, -2π, -3π എക്സെട്ര. വേറെ ഇതിൽ പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് π പ്ലസ് ഓർ -2π പ്ലസ് ഓർ -3π എക്സെട്ര. ഈ വാല്യൂസിലാണ് sin x 0 ആവുന്നത്. കൺസിഡർ sin x is equal to 0. sin x 0 വരണമെങ്കിൽ x എന്താവണം, ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് π, അല്ലെങ്കിൽ പ്ലസ് ഓർ -2π എക്സെട്ര. നമുക്കതിന് ഇങ്ങനെ എഴുതാം, x is equal to nπ. nπയിലെ n ഒരു ഇൻറ്റിജർ. n-ന് 0 കൊടുത്താൽ 0π, 0π ആണ് 0. n-ന് 1 കൊടുത്താൽ 1π, അതാണ് π. n-ന് -1 കൊടുത്താൽ -1π അല്ലെങ്കിൽ -π, അതാണ് പ്ലസ് ഓർ മൈനസ് π എന്ന് എഴുതിയത്. n-ന് 2 കൊടുത്താൽ 2πയും -2 കൊടുത്താൽ -2πയും വരും, അതാണ് പ്ലസ് ഓർ -2π. അടുത്ത പ്ലസ് ഓർ -3π, ഇങ്ങനെ പോവും. അതാണ് ജനറലി x is equal to nπ എന്ന് പറയുന്നത്. വേറെ n എലമെന്റ് ഓഫ് z. എലമെന്റ് ഓഫ് z മീൻസ് z എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അതിൽ എലമെന്റ് ആണ് n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം n ഒരു ഇൻറ്റിജർ ആണെന്നാണ്, ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ sin x is equal to 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, x is equal to nπ ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, sin x 0 ആവണമെങ്കിൽ x nπ ആവണം. അപ്പോൾ നമ്മൾ പറയും x nπ ആകുമ്പോഴാണ് sin x is equal to 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതുകൊണ്ട് nπ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. നമുക്കതിനെ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം nπയിൽ n-ന് വാല്യൂ കൊടുത്താൽ മതി. n-ന് 0 കൊടുത്താൽ 0π 0 എന്ന് കിട്ടും. n-ന് 1 കൊടുത്താൽ 1π എന്ന് കിട്ടും. -1 കൊടുത്താൽ -1π -π കിട്ടും.
അതുപോലെ 2 കൊടുത്താൽ 2πയും -2 കൊടുത്താൽ -2πയും കിട്ടും. ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനുകളും എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഇക്വേഷൻ നമ്മളിതിന് ഈ nπയെ നമ്മളിതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കണം. എന്താണ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ sin x = 0 ഈസ് x = nπ. sin x = 0യുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = nπ ആണ്. nπ ആണ് ജനറൽ സൊല്യൂഷൻ. നമുക്കിതിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് പറയാം. 0ക്കും 2πക്കും ഇടയ്ക്ക് വരുന്നത്. ഇനി 0 കൊടുത്താൽ 0π 0 എന്ന് കിട്ടും, അതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. 1 കൊടുത്താൽ 1π π കിട്ടും, അതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. പക്ഷേ 2 കൊടുത്താൽ 2π എടുക്കാൻ പാടില്ല. 0ക്കും 2π ഇടയ്ക്കുള്ളത് എടുക്കാൻ 2π എടുത്തുകൂടാ. അപ്പോൾ 2 പ്രിൻസിപ്പൽ സൊല്യൂഷനെ കിട്ടുന്നുള്ളൂ, 0യും പൈയുമാണ്. ഇപ്പോൾ ജനറൽ ഓർത്തിരിക്കേണ്ടത് sin x = 0യുടെ ജനറൽ സൊല്യൂഷൻ x = nπ. അടുത്തത് കൺസിഡർ cos x = 0. അതും നമ്മൾ പഠിച്ചു. cos x 0 ആവുന്നത് x π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് വരുമ്പോഴാണെന്ന്. അതായത് +or-π/2 +or-3π/2 +or-5π/2 എക്സെട്ര. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ആ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2നെ 2n+1 × π/2 എന്ന് എഴുതാം. വേറെ n എലമെൻറ്റ് ഓഫ് z, n zഡിലെ എലമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് n ഒരു ഇൻറ്റിജർ ആണ്. നമ്മൾ n 0 കൊടുത്താൽ 2 × 0 0 0 + 1 1 π/2 അല്ലെങ്കിൽ π/2 എന്ന് കിട്ടും. n 1 കൊടുത്താൽ 2 × 1 2 + 1 3 π/2 എന്ന് കിട്ടും. n 2 കൊടുത്താൽ 2 × 2 4 4 + 1 5 π/2 എന്ന് കിട്ടും. അങ്ങനെ എല്ലാം കിട്ടും. n -1 കൊടുത്താൽ 2 × -1 2 × -1 ആവും -2 -2 + 1 -1 π/2 അല്ലെങ്കിൽ -π/2. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും. അപ്പോൾ cos x 0 ആവുന്ന എപ്പോഴാണ്? x 2n + 1 × π/2 ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പറയാം cos x = 0യുടെ സൊല്യൂഷനാണ് 2n + 1 π/2 എന്ന് പറയാം. നമുക്കതിൻ്റെ ജനറൽ സൊല്യൂഷൻ വിളിക്കാം. എന്തുകൊണ്ട്? ഇവിടെ n വാല്യൂ കൊടുത്താൽ മതി, നമുക്ക് എല്ലാ സൊല്യൂഷനും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഓഫ് cos x = 0 ഈസ് x = 2n + 1 × π/2 where n element of z. ഇത് രണ്ടാണ്. അപ്പോൾ sin x = 0യുടെ സൊല്യൂഷൻ x = nπ ആണ്. cos x = 0യുടെ സൊല്യൂഷൻ x = 2n + 1 × π/2 ആണ്. ഇനി അടുത്ത കൺസിഡർ tan x = 0. tan x 0 മീൻസ് sin x / cos x 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin x = cos x × 0 അല്ലെങ്കിൽ 0 sin x = 0. sin x 0 ആവുന്ന നേരത്തെ പറഞ്ഞല്ലോ x = nπ ആണെന്ന്. അപ്പോൾ tan x = 0യുടെയും ജനറൽ സൊല്യൂഷൻ x = nπ തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനുകളുടെ ജനറൽ സൊല്യൂഷൻ x = nπ ആണ്. ഏതൊക്കെയാണ്? sin x = 0യുടെയും tan x = 0യുടെയും രണ്ടിൻ്റെയും ജനറൽ സൊല്യൂഷൻ x = nπ. എന്നാൽ cos x = 0യുടെ ജനറൽ സൊല്യൂഷൻ x = 2n + 1 × π/2 എന്നാണ്. ഇനി നമുക്ക് തീർന്നില്ല, നമുക്കൊരു 3 ഇക്വേഷനുകളുടെ ജനറൽ സൊല്യൂഷൻ കൂടി പഠിക്കണം. ഞാൻ തൽക്കാലം ഇവിടെ ആ ജനറൽ സൊല്യൂഷനുകൾ ഒരു ഫോർമുലയായിട്ട് അങ്ങ് പറഞ്ഞു തരാം. അതിൻ്റെ പ്രൂഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അത്യാവശ്യമല്ല, എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പ്രൂഫ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ അതറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇതിൻ്റെ പ്രൂഫ് കാണിക്കുന്ന ഒരു വീഡിയോ പ്രത്യേകം റെക്കോർഡ് ചെയ്ത് ഇടാം. താല്പര്യമുള്ളവർ മാത്രം അത് കണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രത്യേകം റെക്കോർഡ് ചെയ്ത് ഇടാം. ബാക്കി എല്ലാവരും അത് പഠിക്കണമെന്നില്ല. മാത്സിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് അതൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിടാം. ഇപ്പോൾ എല്ലാവരും ഇത് പഠിക്കുന്നത് ഈ ഫോമുല അങ്ങ് പഠിച്ചു വയ്ക്കുക. എന്താണ് അല്ല 4ാമത്തെ ഫോമുല? അപ്പോൾ 3 ഇക്വേഷൻ്റെ ഫോമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഇത് sin x = sin y. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ x = nπ + -1/n × y where n element of z. n element of z എല്ലാത്തിലും ഉണ്ട്. z സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. അതിൽ എലമെൻ്റ് ആണ് n എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം n ഒരു ഇൻറ്റീജർ ആണെന്നാണ്. അപ്പോൾ x = nπ + -1/n × y. അതാണ് sin x = sin y യുടെ ജനറൽ സൊല്യൂഷൻ. അടുത്ത ജനറൽ സൊല്യൂഷൻ ഓഫ് cos x = cos y. അതും പഠിച്ചു വയ്ക്കുക. x = 2nπ ± y where n element of z. അടുത്തത് ജനറൽ സൊല്യൂഷൻ ഓഫ് tan x = tan y. ഇറ്റ് ഈസ് x = nπ + y where n element of z. ഈ 6 ഇക്വേഷനുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് sin x = 0, അത് x = nπ. 2 cos x = 0, അത് x = 2n + 1 × π/2. 3 tan x = 0, അത് x = nπ തന്നെയാണ്. 4 sin x = sin y, അത് x = nπ + -1/n × y ആണ്. cos x = cos y, അത് x = 2nπ ± y ആണ്.
അടുത്ത ആറാമത്തത് ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ വൈ, അത് എക്സ് ഇസിക്കൽ എൻ പൈ പ്ലസ് വൈ ആണ്. ഈ 6 ഫോമുലകളും നമ്മൾ പഠിച്ച് വെക്കണം. അതിൻ്റെ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേകം വീഡിയോ ആയി ചെയ്ത് പോസ്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം അത് കണ്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് സൈൻ എക്സ് ഇസിക്കൽ ടു 1/2. സൈൻ എക്സ് ഇസിക്കൽ ടു 1/2ൻ്റെ ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ സോൾവിങ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണാം. എങ്ങനെയാണ്? സൈൻ എക്സ് ഇസിക്കൽ ടു 1/2. ഈ 1/2 എന്ന് പറയുന്നത് സൈൻ ഏത് ആംഗിൾ എടുക്കുമ്പോഴാണ് എന്ന് അറിഞ്ഞിരിക്കണം. 30 ഡിഗ്രി എടുക്കുമ്പോഴാണ് 1/2 ആവുന്നത്. 30 ഡിഗ്രി റേഡിയനിൽ പറഞ്ഞാൽ π/6 ആണ്. അപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ളതിന് പകരം സൈൻ π/6 എന്ന് എഴുതാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു വൈ എന്നാ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ. നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ π/6. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ഫോം ആണല്ലോ, അതിൽ വൈക്ക് പകരം π/6 വന്നു. അപ്പോൾ ജനറൽ സൊല്യൂഷൻ്റെ ഫോമിൽ നമ്മൾ പഠിച്ചു എൻ പൈ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു വൈ. നമുക്കത് എഴുതാം. ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു വൈ എന്നുള്ളതിന് വരെ π/6 വേറെ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ജനറൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എൻ പൈ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു π/6 വേർ എൻ എലമെന്റ് ഓഫ് ഇസഡ്. എലമെന്റ് ഓഫ് ഇസഡ് മീൻസ് എൻ ഇസഡിലെ എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് എൻ ഒരു ഇൻറ്റിജർ ആണ്. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മാത്രമല്ല പ്രിൻസിപ്പൽ സൊല്യൂഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ ജനറൽ സൊല്യൂഷനകത്ത് എന്നിന് പകരം വാല്യൂസ്, എന്ത് വാല്യൂസ്? ഇൻറ്റിജർ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര, -1, -2, -3 എക്സെട്ര, ഈ വാല്യൂസ് കൊടുക്കണം. ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷനാണ് കിട്ടുക. പക്ഷേ ആ കിട്ടുന്ന സൊല്യൂഷനുകളിൽ 0ക്കും പൈക്കും ഇടയ്ക്കാണോ നോക്കുക. ഇടയ്ക്കാണെങ്കിൽ അതിനെ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷനായിട്ട് എടുക്കാം. ഇടയ്ക്കല്ല എങ്കിൽ അതിന് പരിഗണിക്കേണ്ടതില്ല. കാരണം പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം n-ന് 0 കൊടുക്കാം. n-ന് 0 എടുത്ത് എന്ത് പറ്റും? എക്സ് ഇസിക്കൽ ടു n-ന് 0 എടുത്താൽ 0π പ്ലസ് -1 റൈസ് ടു 0 ഇൻറ്റു π/6. 0π എന്ന് പറഞ്ഞാൽ 0 ആയ ഏത് നമ്പറും റൈസ് ടു 0 വന്നാൽ 1 അപ്പം 1 ഇൻറ്റു π/6 π/6 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടി π/6. നോക്കുക, ഇത് 0ക്കും 2πക്കും ഇടയ്ക്കാണല്ലോ. അപ്പോൾ തീർച്ചയായും ഇതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. നമുക്ക് അടുത്ത് നോക്കാം. n ഇസിക്കൽ ടു 1. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് ഇസിക്കൽ ടു 1π പ്ലസ് -1 റൈസ് ടു 1 ഇൻറ്റു π/6. 1π മീൻസ് π. -1 റൈസ് ടു 1 -1 ആണ്. -1 ഇൻറ്റു π/6 അത് -π/6 ആണ്. അപ്പോൾ π മൈനസ് π/6. ഇവിടെ LCM 6 എടുക്കുന്നു. 6π മൈനസ് π/6 ഇറ്റ് ഈസ് 5π/6. 5π/6 തീർച്ചയായിട്ടും 0ക്കും 2πക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പോൾ അതും പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. അടുത്തതിന് 2 എടുക്കാം. അപ്പോൾ എൻ പൈ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു π/6 എന്നതിൽ പറഞ്ഞാൽ n-ന് 2 എടുത്താൽ 2π പ്ലസ് -1 സ്ക്വയർ ഇൻറ്റു π/6. 2π പ്ലസ് -1 സ്ക്വയർ ഇൻറ്റു π/6. -1 സ്ക്വയർ 1 ആണ്. അപ്പോൾ 2π പ്ലസ് π/6. ഇവിടെ LCM 6 എടുത്തു. 6 ഇൻറ്റു 2π 12π പ്ലസ് π 13π/6 വരും. 13π/6 വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. 12π/6 ആയിരുന്നെങ്കിൽ 2π. ഇപ്പോൾ 12-നേക്കാൾ വലുതാണല്ലോ 13. അപ്പോൾ ഈ 13π/6 2πയേക്കാൾ വലുതാണ്. അതുകൊണ്ട് അത് പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നമ്മൾ അതിന് 2 വരെയാണ് കൊടുത്തത്. 2 കൊടുത്തപ്പോൾ തന്നെ 2πയേക്കാൾ വലിയ നമ്പർ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ 3, 4 തുടങ്ങിയ വാല്യൂസ് കൊടുത്താൽ വീണ്ടും ഇതിനേക്കാൾ വലിയ വാല്യൂസ് ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് 0ക്കും 2πക്കും ഇടയ്ക്ക് ഇത്രയും വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് π/6, മറ്റൊന്ന് 5π/6. ഇനി അങ്ങോട്ട് കിട്ടുന്ന വാല്യൂസ് ഒന്നും തന്നെ 0ക്കും 2πക്കും ഇടയ്ക്കല്ല. അതെല്ലാം സൊല്യൂഷൻസ് ആണ്. പക്ഷേ അത് 0ക്കും 2πക്കും ഇടയ്ക്കല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. അവ 2 പ്രിൻസിപ്പൽ സൊല്യൂഷനാണുള്ളത്. ഏതൊക്കെയാണ്? π/6ഉം 5π/6ഉം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -1/√2. നോക്കാം. sin x is equal to -1/√2. That is sin x is equal to -1/√2 എന്ന് പറയുന്നത് സൈൻ 45 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/4 റേഡിയൻ ആണ്. അപ്പം മൈനസ് സൈൻ π/4. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ പഠിച്ചത് ജനറൽ സൊല്യൂഷൻ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന, സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് വരണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നേക്കുന്നത്. സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ π/4 എന്നാണ് വന്നേക്കുന്നത്. അങ്ങനെ വന്നാൽ പോരാ, മൈനസ് സൈൻ ഉണ്ടാവരുത്, സൈൻ വൈ എന്ന് വരണം. അതെങ്ങനെ സാധിക്കും? വീണ്ടും നമ്മൾ റിഡക്ഷൻ ഫോർമുലയുടെ സഹായം തന്നെയാണ് തേടുന്നത്. സൈൻ പൈ പ്ലസ് എക്സ്, പൈ ആവുമ്പോൾ ഫംഗ്ഷൻ മാറൂലല്ലോ.
പൈ പ്ലസ് എക്സ്, പൈയിൽ നിന്ന് പ്ലസ് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകേണ്ടത്, താഴേക്കാണ് പോകുന്നത്, തേർഡ് ക്വാഡ്രൻറ്റിലാണ് എത്തുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ സൈൻ പൈ പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ്. പക്ഷേ സൈൻ പൈ മൈനസ് എക്സ് ആയിരുന്നെങ്കിൽ പോസിറ്റീവാണ്, കാരണം പൈ മൈനസ് എക്സ് പൈ എന്ന് ക്ലോക്ക് വൈസിലാകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ്, പക്ഷേ സൈൻ പൈ പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സിന് പകരം സൈൻ പൈ പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ മൈനസ് സൈൻ പൈ ബൈ 4ന് പകരം മൈനസ് സൈൻ എക്സിന് സൈൻ പൈ പ്ലസ് എക്സ് എഴുതാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സൈൻ പൈ പ്ലസ് 5/4 എന്ന് എഴുതാം. അപ്പോൾ സൈൻ എക്സ് ഇസിക്കൽ ടു സൈൻ പൈ പ്ലസ് 5/4. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇസിക്കൽ ടു സൈൻ, ഇഫ് ഇത് കിട്ടും 4π പ്ലസ് പൈ, ദാറ്റ് ഈസ് 5π/4. ഇത്രയും ചെയ്തത് നമ്മൾ സൈൻ എക്സ് ഇസിക്കൽ ടു സൈൻ വൈ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ്. വന്നു സൈൻ എക്സ് ഇസിക്കൽ ടു സൈൻ വൈ വന്നാൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചല്ലോ, എക്സ് ഇസിക്കൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/n ഇൻറ്റു വൈ. അപ്പോൾ നമുക്കിവിടെ ജനറൽ സൊല്യൂഷൻ എഴുതാം, എക്സ് ഇസിക്കൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/n ഇൻറ്റു 5π/4 വേറെ എൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷനിലേക്ക് പോകാൻ എന്നിന് വാല്യൂ കൊടുക്കുക, 0 കൊടുക്കാം. n 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കിട്ടുക, 0π പ്ലസ് മൈനസ് 1/0 ഇൻറ്റു 5π/4. 0π എന്ന് പറഞ്ഞാൽ 0 ഏത് നമ്പർ റൈസ് ടു 0 വന്നാൽ 1 ആണ്, മൈനസ് 1/0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു π/4 ഈക്വൽ ടു 5π/4. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നു 5π/4. 5π/4 എന്ന് പറയുമ്പോൾ അത് 0യുടെയും 2πയുടെയും ഇടയ്ക്കുള്ള വാല്യൂ ആണ്, അതുകൊണ്ട് അതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. അടുത്ത n 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ n 1π പ്ലസ് മൈനസ് 1/1 ഇൻറ്റു 5π/4 എന്നാണ്. 1π പ്ലസ് മൈനസ് 1/1 ഇൻറ്റു 5. അപ്പോൾ എന്ത് കിട്ടുന്നു, 1π തന്നെയാണ്, മൈനസ് 1/1 ആവും, മൈനസ് 1 ആണ്, മൈനസ് 1 ഇൻറ്റു 5π/4 അപ്പോൾ മൈനസ് 5π/4. ഇവിടെ 4 എൽസിയം 4π മൈനസ് 5π/4 മൈനസ് π/4. പക്ഷേ മൈനസ് π/4 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കല്ല, അതുകൊണ്ട് അതിനെ പ്രിൻസിപ്പൽ സൊല്യൂഷനായിട്ട് എടുക്കാൻ കഴിയില്ല. സൊല്യൂഷനാണ്, പക്ഷേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല. അടുത്ത n 2 എടുക്കാം. അപ്പോൾ n π ദാറ്റ് ഈസ് 2π പ്ലസ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു 5π/4. നോക്കൂ, 2π മൈനസ് 1 സ്ക്വയർ ഈസ് 1, 1 ഇൻറ്റു 5π/4 5π/4. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2π 8π പ്ലസ് 5π 13π/4 വരും. അത് 2πയേക്കാൾ വലുതാണ്, അതുകൊണ്ട് അതും നമുക്ക് എന്താണ് പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ പരിഗണിക്കേണ്ടതില്ല. അടുത്ത n 3 കൊടുത്ത് നോക്കാം. 3 കൊടുത്താൽ n π പ്ലസ് മൈനസ് 1/2 ഇൻറ്റു y ഇതാ. അപ്പോൾ 3π പ്ലസ് മൈനസ് 1/3 ഇൻറ്റു 5π/4. ദാറ്റ് ഈസ് 3π മൈനസ് 1/3 ആവും, മൈനസ് 1 വരും, മൈനസ് 1 ഇൻറ്റു 5π/4 ആവും, മൈനസ് 5π/4. ഇവിടെ 4 എൽസിയം, ഇപ്പോൾ 4 × 3 12π മൈനസ് 5π/4 ഇറ്റ് ഈസ് 7π/4. 7π/4 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വലിയ വാല്യൂസ് ഒക്കെ കൊടുത്താൽ 4π 5π ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി വലിയ വരും. ഇപ്പോൾ 7π/4 ആകുമ്പോൾ തന്നെ ഏതാണ്ട് 2πയോട് അടുത്തു, 8π/4 ആകുമ്പോഴാണ് 2π. അടുത്ത് നിങ്ങൾ n 4 എന്ന് കൊടുത്താൽ തീർച്ചയായും 2πയേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും എടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി, പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി, 5π/4 7π/4. ഇത് രണ്ടും പ്രിൻസിപ്പൽ സൊല്യൂഷൻസാണ്. വേറെയും സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും 0യുടെയും 2πയുടെയും ഇടയ്ക്കല്ലാത്തത് കൊണ്ട് അതിനെ ഒന്നും പ്രിൻസിപ്പൽ സൊല്യൂഷനായി കാണാൻ കഴിയില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഏത് ട്രിഗണോമെട്രിക് ഇക്വേഷനും ഉണ്ടാവും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. നമുക്ക് നോക്കാം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. ദാറ്റ് ഈസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 വരുന്നത് കോസ് ഏത് ആംഗിൾ എടുക്കുമ്പോഴാണെന്ന് ആലോചിച്ച് നോക്കുക. കോസ് 60 ആണ് 1/2. 60 എന്ന് പറഞ്ഞാൽ π/3 ആണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാമല്ലോ, കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് π/3. ഇവിടെ നമ്മൾ റിഡക്ഷൻ ഫോർമുലയുടെ സഹായം തേടുക. കാരണം കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ എന്ന ഫോമിലേക്ക് വരണം. അതിന് കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ്, പൈ ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറില്ല. പൈ മൈനസ് എക്സ് മൈനസ് ആകുമ്പോൾ ക്ലോക്ക് വൈസിലാണ് പോകേണ്ടത്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ദാറ്റ് മീൻസ് മൈനസ് കോസ് എക്സിന് പകരം കോസ് പൈ മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സിന് കോസ് പൈ മൈനസ് എക്സ് എന്ന് എഴുതാമെന്ന്. അപ്പോൾ മൈനസ് കോസ് π/3ക്ക് പകരം കോസ് പൈ മൈനസ് π/3 എന്ന് എഴുതാം. That is cos x is equal to cos, ഇവിടെ എന്ത് കിട്ടും 3, ഇവിടെ 3π മൈനസ് പൈ, that is 2π/3. cos x is equal to cos 2π/3. നോക്കൂ, ഇവിടെ താഴെ ബോക്സിൽ എഴുതിയിരിക്കുന്ന നോക്കൂ, cos x is equal to cos y. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ x is equal to 2nπ പ്ലസ് ഓർ മൈനസ് y. അത് പഠിച്ചു വെക്കണം, ഈ ഫോർമുലകൾ കാണാതെ പഠിച്ചു വെക്കണം. cos x is equal to cos y യുടെ ജനറൽ സൊല്യൂഷൻ x is equal to 2nπ പ്ലസ് ഓർ മൈനസ് y. ഇവിടെ നോക്കൂ, cos x is equal to cos 2π/3. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് y. വൈക്ക് വരെ 2π/3. ഇവിടെയൊക്കെ
നമ്മൾ അറിയേണ്ടത് നമുക്ക് കിട്ടിയത് തന്നിരുന്നത് കോസ് എക്സ് ഇസിക്കൽ ടു -1/2 എന്നാണ്. നമ്മൾ അതിനെ മൈനസ് കോസ് പൈ ബൈ 3 എന്ന് എഴുതി. ആ മൈനസ് കോസ് പൈ ബൈ 3യെ മൈനസ് കോസ് എക്സിന് വരെ കോസ് പൈ മൈനസ് എക്സ് എന്നാക്കി. അങ്ങനെ ആക്കിയപ്പോഴാണ് കോസ് എക്സ് ഇസിക്കൽ ടു കോസ് 2π/3 കിട്ടിയത്. അതായത് അവിടെ നമ്മൾ ചെയ്തത് കോസ് എക്സ് ഇസിക്കൽ ടു കോസ് 5 എന്ന ഫോമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എക്സ് ഇസിക്കൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 2π/3 വേർ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ഇനി എന്താണ് എന്നിന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞത്? എന്നിന് വാല്യൂ കൊടുക്കുക 0 1 2 3 കൊടുക്കുക. എന്നിന് 0 എടുത്ത് എന്ത് കിട്ടും? എന്നിന് 0 എടുത്താൽ എക്സ് ഇസിക്കൽ 2 × 0 × π പ്ലസ് ഓർ മൈനസ് 2π/3. 2 × 0 0 × π 0 പ്ലസ് ഓർ മൈനസ് 2π/3 പ്ലസ് ഓർ മൈനസ് 2π/3. ഇപ്പം നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഒന്ന് പ്ലസ് 2π/3 മറ്റൊന്ന് മൈനസ് 2π/3. പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0ക്കും 2πക്കും ഇടയ്ക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മൈനസ് 2π/3 എടുക്കേണ്ടതില്ല, പക്ഷേ പ്ലസ് 2π/3 എടുക്കാം. അടുത്ത എന്നിന് 1 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2 × 1 × π പ്ലസ് ഓർ മൈനസ് 2π/3 ഇങ്ങനെ വരും. 2 × 1 × π പ്ലസ് ഓർ മൈനസ് 2π/3 ദാറ്റ് ഈസ് 2π പ്ലസ് ഓർ മൈനസ് 2π/3. ഇവിടെ എടുക്കുമ്പോൾ 3 × 2π 6π പ്ലസ് ഓർ മൈനസ് 2π/3 എന്ന് പറയുമ്പോൾ 6π പ്ലസ് 2π/3 ഉണ്ട്. 6π പ്ലസ് 2π ആകുമ്പോൾ 8π/3. 6π മൈനസ് 2π ആകുമ്പോൾ 4π/3. അപ്പോൾ ഇവിടെയും രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അതിൽ 0യുടെയും 2πയുടെയും ഇടയ്ക്കുള്ളത് എടുത്താൽ മതി. അത് 4π/3. 8π/3 2πയേക്കാൾ വലുതാണ്, അത് എടുക്കേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടെണ്ണമായി. 2π/3 എടുത്തു, 4π/3 എടുത്തു. നമുക്ക് അടുത്ത എന്നിന് 4 എടുത്ത് നോക്കാം. എന്നിന് 4 അല്ല, സോറി, എന്നിന് 2 എടുത്ത് നോക്കാം. എന്നിന് 2 കൊടുത്താൽ എക്സ് ഇസിക്കൽ 2nπ, അപ്പോൾ 2 × 2π പ്ലസ് ഓർ മൈനസ് 2π/3 ഇതാ. എന്നിന് 2 എടുക്കുമ്പോൾ 2 × 2π പ്ലസ് ഓർ മൈനസ് 2π 3 × 2π 4π പ്ലസ് ഓർ മൈനസ് 2π/3 3 LCM 3 × 12π പ്ലസ് ഓർ മൈനസ് 2π/3 കിട്ടും. അപ്പോൾ 12π പ്ലസ് 2π ഇറ്റ് ഈസ് 14π/3. 12π മൈനസ് 2π ആകുമ്പോൾ 10π/3. ഈ രണ്ട് വാല്യൂസും 2πയേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അതിൻ്റെ വാല്യൂ കൊടുക്കുന്ന അവസാനിപ്പിക്കാം. കാരണം ഇനി നമ്മൾ അടുത്ത വാല്യൂ കൊടുത്താൽ ഇപ്പോൾ കിട്ടിയത് തന്നെ 2πയേക്കാൾ വലുതാണ്. അടുത്ത വാല്യൂ കൊടുത്താൽ തീർച്ചയായും 2πയേക്കാൾ വലുതാകും കിട്ടുക. അതൊന്നും തന്നെ പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസാണ് കിട്ടിയത്. ഒന്ന് 2π/3യും മറ്റൊന്ന് 4π/3യും. അടുത്ത ചോദ്യം, സോൾവ് sec x ഇസിക്കൽ ടു -2/√3. ഒരുപാട് കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച ഫോർമുലയിൽ 6 ഫോർമുല ഉണ്ടായിരുന്നു ട്രിഗണോമെട്രിക് ഇക്വേഷനുകൾക്ക് പഠിച്ചത്. അതിലൊന്ന് സൈൻ എക്സ് ഇസിക്കൽ ടു 0, 2 കോസ് എക്സ് ഇസിക്കൽ ടു 0, 3 ടാൻ എക്സ് ഇസിക്കൽ ടു 0, 4 സൈൻ എക്സ് ഇസിക്കൽ ടു സൈൻ വൈ, 5 കോസ് എക്സ് ഇസിക്കൽ ടു കോസ് വൈ, 6 ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ വൈ. അപ്പോൾ അവിടെ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് സീക്ക് എക്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? സീക്ക് കോസിൻ്റെ റെസിപ്രോക്കൽ ആണെന്നറിയാം. അപ്പോൾ സീക്ക് എക്സ് ഇസിക്കൽ ടു -2/√3 ആണെങ്കിൽ കോസ് എക്സ് ഇസിക്കൽ ടു എന്താ വരിക? -√3/2 എന്നാ വരിക. ഇത് തിരിച്ചിട്ടാൽ മതിയല്ലോ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. √3/2 എന്ന് പറയുന്നത് കോസ് 30 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് π/6. അപ്പോൾ കോസ് എക്സ് ഇസിക്കൽ ടു മൈനസ് കോസ് π/6. ബാക്കി നമ്മൾ ചെയ്തതുപോലെ കോസ് π - 6 ഇസിക്കൽ ടു മൈനസ് കോസ് എക്സ് ഉപയോഗിച്ച് അങ്ങ് സൊല്യൂഷൻ എഴുതാം. അവിടെ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല, സോൾവ് എന്നേ ഉള്ളൂ. സോൾവ് മീൻസ് ജനറൽ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. അടുത്ത ചോദ്യമാണ് കോട്ട് എക്സ് ഇസിക്കൽ ടു -√3. നമുക്കത് നോക്കാം. കോട്ട് എക്സ് ഇസിക്കൽ ടു -√3. പക്ഷേ കോട്ട് പഠിച്ചിട്ടില്ല, ടാനേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ടാൻ എക്സ് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ടാൻ എക്സ് ഇസിക്കൽ ടു -1/√3. ദാറ്റ് ഈസ് ടാൻ എക്സ് ഇസിക്കൽ ടു -1/√3 എന്ന് പറയുന്നത് ടാൻ 30യുടെ വാല്യൂ ആണ്. ടാൻ π/6ൻ്റെ വാല്യൂ ആണ്. അപ്പം മൈനസ് ടാൻ π/6 എന്ന് എഴുതാം. ഇവിടെയും നേരത്തെ പോലെ റിഡക്ഷൻ ഫോർമുലയുടെ സഹായം വേണം. കാരണം ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ വൈ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ മൈനസ് ടാൻ π/6 ആവുന്നത്. ഈ മൈനസ് ഉണ്ടാകാൻ പാടില്ല. അതിനെ എങ്ങനെ മാറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ടാൻ π - x. പൈ ഇവിടെയാണല്ലോ. പൈ മൈനസ് ആവുമ്പോൾ ക്ലോക്ക് വൈസിലാണ് പോകേണ്ടത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ π - x സെക്കൻഡ് ക്വാഡ്രന്റിൽ അവിടെ ടാൻ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് മൈനസ് ടാൻ എക്സ് വന്നത്. അപ്പോൾ ടാൻ π - x മൈനസ് ടാൻ എക്സ്. തിരിച്ചു പറഞ്ഞാൽ മൈനസ് ടാൻ എക്സിന് ടാൻ π - x എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ മൈനസ് ടാൻ π/6, മൈനസ് ടാൻ എക്സിന് ടാൻ π - π/6 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ടാൻ π/6ന് ടാൻ π - π/6 എന്ന് എഴുതാം. അപ്പോൾ ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ π - π/6. ഇവിടെ 6 മേളിൽ 6π - 5 5π/6. ഇപ്പോൾ ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ 5π/6 ഏതുപോലെയായി? ടാൻ എക്സ് ഇസിക്കൽ ടു ടാൻ വൈ. അവിടെ ജനറൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. എക്സ് ഇസിക്കൽ ടു nπ പ്ലസ് വൈ. അത് ഉപയോഗിച്ചാൽ എക്സ് ഇസിക്കൽ ടു nπ പ്ലസ് വൈ, ദാറ്റ് ഈസ് 5π/6 വേറെ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ഇവിടെയും സോൾവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ചെയ്യേണ്ടതില്ല. സോൾവ് ചെയ്യുക മീൻസ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണണമെങ്കിൽ എടുത്ത് പറയും, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്നുകൂടി പറയും. അപ്പോഴാണ് നമ്മൾ എന്നിന് വാല്യൂസ് കൊടുത്ത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയും
അതിൽ 0ക്കും 2πയ്ക്കും ഇടയ്ക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഇവിടെ പക്ഷേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല, സോൾവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്രയും മതി. അടുത്തത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനുകളാണ്. സോൾവ് കൊസീക്ക് എക്സ് ഇസിക്കൽ ടു -2/√3. കൊസീക്ക് സൈനിൻ്റെ റെസിപ്രോക്കൽ ആണെന്ന് അറിയാം, അപ്പോൾ സൈൻ എക്സ് ഇസിക്കൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ വരും -√3/2. അതുപോലെ ടാൻ എക്സ് ഇസിക്കൽ ടു 1 വരുന്ന ആംഗിൾ അറിയായിരിക്കും, tan π/4 ആണ്. ടാൻ എക്സ് ഇസിക്കൽ tan π/4 എന്ന ഫോം, ടാൻ എക്സ് ഇസിക്കൽ tan ഫോം ആവും. അതും സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഇക്വേഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇത്രയും കൊണ്ട് തീരുന്നില്ല, ഇനി കുറച്ചധികം ട്രിഗണോമെട്രിക് ഇക്വേഷനുകളുടെ സോൾവ് ചെയ്യാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഫോമുലകളൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ.